നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇസ്രയേലികൾ ഭയം കൊണ്ട് വിറങ്ങലിച്ചിരിക്കുകയാണ്. ഇറാനുമായി നടക്കുന്ന യുദ്ധം ഇസ്രയേലിന്റെ സമ്പദ് വ്യവസ്ഥ പരിപൂർണമായി തകർക്കുകയാണ് എന്ന് അവർക്ക് ബോധ്യമുണ്ട്. അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഫലസ്തീനെ ചുരണ്ടി അവരെ ഉപദ്രവിച്ച് അവരെ നശിപ്പിച്ച് മാത്രം ശീലമുള്ള ഇസ്രയേലികൾക്ക് ഈ തിരിച്ചടി ഒട്ടും തന്നെ അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല. അവർ വിചാരിച്ചില്ല ഇറാൻ ഇത്രയും ശക്തമായുള്ള തിരിച്ചടിയാണ് നൽകാൻ പോകുന്നത്. ഇറാന്റെ പുതിയ ഭരണാധികാരിയായി മുജ്തബ ഖമീനി അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഇറാന് റഷ്യ കൊടുക്കുന്ന പിന്തുണ, റഷ്യയും ചൈനയും ഇറാന് കൊടുക്കുന്ന കലവറയില്ലാത്ത പിന്തുണ കണ്ട് ഇസ്രയേലികൾ ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അമേരിക്ക പല കാര്യത്തിലും ഇസ്രയേലിന്റെ മുമ്പിൽ കൈമലർത്തുകയാണ്. ഇസ്രയേലിന് ആയുധ സഹായം ഉൾപ്പെടെ കൊടുക്കുന്നതിൽ അമേരിക്ക പറയുന്നത് അമേരിക്കയുടെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ വരെ കോട്ടം തട്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് കൊടുത്തു വരുന്ന സഹായങ്ങൾ അതുപോലും നേരാവണ്ണം ചെയ്യാൻ കഴിയുന്നില്ല. അതായത് ഇസ്രായേലിൻ്റെ അധിനിവേശങ്ങളെ പരിപൂർണമായി അവസാനിപ്പിച്ച് കയ്യിൽ കൊടുക്കാൻ, ആ ജൂതരാജ്യത്തിൻ്റെ തെമ്മാടിത്തരവും അഹങ്കാരവും എല്ലാം കൃത്യമായി ഒതുക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇസ്രയേൽ ഭരണാധികാരികൾ വിചാരിച്ചെടുത്തല്ല കാര്യങ്ങൾ നിൽക്കുന്നത്. അവരുടെ ഹൈഫ നഗരവും ടെല്ലവീവും ഒക്കെ ചാരമായി കൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ ആ പ്രദേശങ്ങളെല്ലാം ആവാസയോഗ്യമല്ലാത്ത വിധത്തിൽ തകർന്ന് കത്തിക്കരിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ്. അവരുടെ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മുഴുവൻ താറുമാറാക്കി. അവരുടെ ഇൻ്റർനെറ്റ് സൗകര്യം ഉൾപ്പെടെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സുരക്ഷാ താവളങ്ങൾ പലതും തകർത്തെറിഞ്ഞിരിക്കുകയാണ്. ഉരുക്ക് കോട്ടകളെല്ലാം ഭേദിച്ചുകൊണ്ട് ഇറാന്റെ ശക്തമായിട്ടുള്ള തിരിച്ചടി. ഇതധിക നാൾ മുന്നോട്ട് പോയാൽ ഇസ്രായേൽ ഭൂപടത്തുനിന്ന് തന്നെ ഇല്ലാതാകാനുള്ള എല്ലാ സാധ്യതകളും കാണുകയാണ്. അമേരിക്കയ്ക്ക് തന്നെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇറാനോട് പൊരുതി നിൽക്കുക എന്നുള്ളത്. കാരണം ഇറാൻ അടുത്ത 6 മാസത്തേക്ക് അനിശ്ചിതത്വത്തിലേക്ക് യുദ്ധം നീണ്ടുപോയാൽ പോലും സ്വീകരിക്കേണ്ട അടവ് നയങ്ങൾ മുജ്തബ ഖമീനി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഈ വിഷയത്തിൽ ഇറാൻ ഭരണകൂടം എടുത്തിരിക്കുന്ന നിലപാട് നോക്കൂ. അവർ പറഞ്ഞിരിക്കുന്നത് യുദ്ധം അനിശ്ചിത കാലത്തേക്ക് പോകാം. കാരണം ഇത് ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ യുദ്ധമാണ്. ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പോരാട്ടമാണ്. ഇത് നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ്. ലോക പോലീസ് എന്ന് വീമ്പ് പറയുന്ന അമേരിക്കയ്ക്ക് പല ഘട്ടങ്ങളിലും അവരുടെ ആത്മവീര്യം ചോർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇത് ഏറ്റവും ശക്തമേറിയ ഒരു അവസരമാണ്. ഇതുപോലൊരു അവസരം ഇനി ഇറാന് കിട്ടുകയില്ല. തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഫൈറ്റർ ജെറ്റുകൾ പലതും തകർക്കുകയാണ്. വ്യോമപാത പരിപൂർണമായി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് മേഖലയിൽ അവർക്ക് ബുദ്ധിമുട്ടാകുന്ന, ദുർഘടമാകുന്ന സാഹചര്യമാണ്. ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം പറയുന്നത് അമേരിക്ക എത്രയും പെട്ടെന്ന് യുദ്ധത്തിൽ നിന്നും പിന്മാറേണ്ട സാഹചര്യമാണ്, അഥവാ സന്ധിയിലേക്ക് പോകണം. കാരണം ഇറാൻ ഒരു രീതിയിലും കീഴ്പ്പെടാൻ താല്പര്യപ്പെടുന്നില്ല. അമേരിക്ക വിചാരിച്ചിരുന്ന ഒമാൻ പോലുള്ള രാജ്യങ്ങളെ അവരോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് മുതിരുമെന്നാണ്. നോക്കൂ, ഇറാൻ 1 ഇഞ്ച് പോലും പിന്നോട്ട് വലിയാതെ യുദ്ധമെങ്കിൽ യുദ്ധം എന്ന രീതിയിൽ വലിയ കെടുതികൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വരുത്തി വച്ചിരിക്കുകയാണ്.